സുഹൃത്തുക്കളെ, ഡിവൈൻ പൊളിറ്റിക്സ് ഫോർ ന്യൂ ഇന്ത്യ എന്ന ഈ യൂട്യൂബ് ചാനൽ ഞങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് ആരംഭിച്ചതാണ്. നമ്മുടെ ഇന്ത്യയുടെ ഇന്നത്തെ പരിതാപകരമായ അവസ്ഥ, അഥവാ 78 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ദരിദ്ര രാജ്യമായി തുടരേണ്ടി വരുന്നതിൻ്റെ ഗതികേടും നാണക്കേടും പരിഹരിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അത് പരിഹരിക്കുന്നതിനുള്ള പ്രായോഗികമായ മാർഗങ്ങൾ നമ്മുടെ രാഷ്ട്രീയ നേതൃത്വങ്ങളോ നമ്മുടെ മത നേതൃത്വങ്ങളോ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളോ മുന്നോട്ട് വെക്കാത്തത് കൊണ്ട് അത്തരം സത്യങ്ങൾ ജനങ്ങളെ അറിയിക്കുവാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് ഞങ്ങൾക്ക് കുറേ കാലമായി തോന്നി. അതിന് നമുക്ക് ചെലവ് കുറഞ്ഞ ലളിതമായൊരു മാർഗം എന്ന നിലയ്ക്കാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. ഈ യൂട്യൂബ് ചാനൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കി വലിയ ധനസമാഹരണം ലാഭം ഉണ്ടാക്കാമെന്ന പ്രതീക്ഷയല്ല, മറിച്ച് ജനങ്ങളുമായി സംവദിക്കുവാൻ, ജനങ്ങളെ സത്യം അറിയിക്കുവാനുമുള്ളൊരു മീഡിയ, ഒരു മാധ്യമം, ഉപകരണം എന്ന നിലയിലാണ് ഞങ്ങൾ ഈ യൂട്യൂബ് ചാനലിനെ കാണുന്നത്. ഞങ്ങൾ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത്, മുൻപൊരിക്കൽ ഞാൻ പറഞ്ഞിരുന്നു, കേരളത്തിൻ്റെ കാർഷിക പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കാം, ആരോഗ്യ പ്രതിസന്ധി നമുക്ക് പരിഹരിക്കാനുള്ള ലളിതമായ മാർഗങ്ങളുണ്ട്, ആത്മീയതയെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ നമുക്ക് മാറ്റിയെടുക്കണം. യഥാർത്ഥ ആത്മീയത ഇന്ന് കാണുന്ന മതങ്ങൾ പ്രചരിപ്പിക്കുന്ന ആത്മീയതയല്ല. മറ്റൊന്നുള്ളത്, നമ്മുടെ ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റിയെടുക്കാൻ എളുപ്പ വഴികളുണ്ട്. അത്തരം വഴികൾ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ പരിഗണിക്കാറില്ല, അവരിതിനെപ്പറ്റി ആലോചിക്കാറില്ല. അവരുടെ പ്രധാന ശ്രദ്ധ എന്തിനാണ്? ജനങ്ങളുടെ പ്രീതി പിടിച്ചു പറ്റുക, ജനങ്ങളുടെ വോട്ട് വാങ്ങിയെടുക്കുക. ജനങ്ങളുടെ വോട്ട് കൃഷി രാഷ്ട്രീയം എന്നാണ് എന്നെ വിളിക്കുക. വോട്ട് കൃഷി രാഷ്ട്രീയം മാത്രമാണ് എല്ലാ പാർട്ടികളും സ്വീകരിക്കുന്നത്. ഒരു പാർട്ടിക്ക് വ്യത്യാസമില്ല. ഇന്ന് കേന്ദ്രത്തിൽ അധികാരത്തിലുള്ള BJP ആയിക്കോട്ടെ, രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിക്കോട്ടെ, ഞങ്ങളാണ് ഇടതുപക്ഷമെന്ന് നിർബന്ധ ബുദ്ധി കാണിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിക്കോട്ടെ, ഇവരാരും സൊല്യൂഷനെ പറ്റി ചിന്തിക്കുന്നില്ല. എങ്ങനെ പരിഹരിക്കാമെന്ന് ഇതിനെപ്പറ്റി അല്ല ആലോചിക്കുന്നത്. എങ്ങനെ ഭരണം അധികാരത്തിലുള്ളവരെ തടസ്സപ്പെടുത്താം, അവരുടെ വഴിമുടക്കാം, അവരിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ ഞങ്ങളിലേക്ക് മാറ്റാം, ഇതാണ് ശ്രദ്ധിക്കുന്നത്. ഭരണപക്ഷം എന്താണ് ചെയ്യുക? പ്രതിപക്ഷം കൊടരാത്തവരാണെന്നും പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങളൊക്കെ തെറ്റാണെന്നും ഞങ്ങൾ മാത്രമാണ് ശരിയെന്ന് സ്ഥാപിക്കുക. ഈ ഒരു മത്സരത്തിൽ ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, പരദൂഷണ രാഷ്ട്രീയം. പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ജനങ്ങളെ വിഡ്ഢികളാക്കുക. നമ്മൾ ഈ കുറ്റപ്പെടുത്തൽ കേട്ട് ഓരോരുത്തരെയും മാറി മാറി നോക്കുക. ഇവരങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്ന ഒഴികെ എന്താണ് ശരിയായ വഴിയെന്ന് ഇവരാരും പറയാറില്ല. നമ്മൾ വിഡ്ഢികളാവുക, ജനങ്ങൾ വിഡ്ഢികളാവുക. അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ആശ്രിതരോ അടിമകളോ അല്ലാതെ സ്വതന്ത്രമായി ചിന്തിക്കാൻ കഴിവുള്ള മുഴുവൻ മലയാളികളും ഈ കാര്യത്തിൽ ജാഗ്രത കാണിക്കണം. നമ്മൾ കബളിപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. സത്യം അറിയാൻ, സത്യത്തിൻ്റെ വഴികൾ കണ്ടെത്താൻ നമ്മൾ പരിശ്രമിക്കണം. അത്തരത്തിൽ പരിശ്രമിക്കുന്നതിന് വേണ്ടിയുള്ള ദിശാബോധം നൽകുന്നതിന് വേണ്ടി, മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിന് വേണ്ടി ആണ് ഈ യൂട്യൂബ് ചാനൽ ആരംഭിച്ചിട്ടുള്ളത്. ഞങ്ങൾ കൃഷി, ആരോഗ്യം, ആത്മീയത, രാഷ്ട്രീയം
ഈ 4 മേഖലകളിലും യഥാർത്ഥ പരിഹാര മാർഗങ്ങൾ ഞങ്ങളുടെ കൈവശമുണ്ട്. 90%, 100% നമുക്ക് ഒരു കാര്യത്തെപ്പറ്റി പറയാൻ പാടില്ല. എളുപ്പമുള്ള വഴികളുണ്ട്. അത് സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മളാരും കണ്ടുപിടിച്ച ഒറ്റമൂലിയുടെ അടിസ്ഥാനത്തിലല്ല. സയൻസിനെ മാനദണ്ഡമാക്കിക്കൊണ്ടുവേണം നമ്മൾ ഓരോ കാര്യത്തിലും നീങ്ങാൻ. ഒരു സയൻറ്റിഫിക് ടെമ്പറിൻ്റെ അഭാവം നമ്മുടെ ഇന്ത്യയിലുണ്ട്. സയൻറ്റിഫിക് ആയ ആ ടെമ്പർ എങ്ങനെ വർദ്ധിപ്പിക്കാം, അത് ഞങ്ങളുടെ വിഷയമാണ്. സയൻറ്റിഫിക് ടെമ്പർ വർദ്ധിപ്പിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാനാവുള്ളൂ. ഇതിന് കുറുക്കുവഴിയൊന്നുമില്ല. നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് തുടങ്ങാം. ആരോഗ്യകരമായ ഭക്ഷണം എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം, അത്തരം കാര്യങ്ങളെപ്പറ്റിയൊക്കെ നമുക്ക് ഒരുപാട് കാര്യം സംസാരിക്കാനുണ്ട്. സയൻസിൻ്റെ പിന്തുണയോടുകൂടി ഇത്തരത്തിലുള്ള ബദൽ മാർഗങ്ങൾ, ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് അല്ലെങ്കിൽ ശരിയായ സൊല്യൂഷൻസ് അറിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് എന്നെ ശ്രമിക്കുന്ന ലോകമെങ്ങുള്ള മലയാളി സുഹൃത്തുക്കളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്, ഞങ്ങൾ താഴെ കാണുന്ന ആ വാട്സപ്പ് നമ്പറുണ്ട് 9447779340 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേരും നിങ്ങളുടെ സ്ഥലവും രേഖപ്പെടുത്തി ഞങ്ങൾക്ക് അയച്ചു തരിക. നിങ്ങൾക്ക് അതിനുള്ള മാർഗങ്ങൾ, അതിൻ്റെ ലിറ്ററേച്ചർ നിങ്ങൾക്ക് അയച്ചു തരാം. നമുക്ക് അത്തരത്തിൽ മാത്രമേ ഇത് സ്പ്രെഡ് ചെയ്യിക്കാനാവുള്ളൂ. ചിലപ്പോൾ ഈ യൂട്യൂബ് ചാനൽ പോപ്പുലറായി വരണമെങ്കിൽ ചിലപ്പോൾ ഇനി സമയം പിടിക്കുമല്ലോ. അത് പോപ്പുലറായി വരാൻ ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ഇത് ശരിയാണ്, ഈ രൂപത്തിലാണ് ചിന്തിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ഓരോരുത്തരും മുൻകൈ എടുക്കണം. അത് നിങ്ങളുടെ മറ്റ് ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാൻ നിങ്ങൾ മുൻകൈ എടുക്കണം. അങ്ങനെ ഇതിനെ നമുക്ക് പോപ്പുലറാക്കി മാറ്റുകയും സൊല്യൂഷൻസ്, പരിഹാര മാർഗങ്ങൾ ഒരു ജനകീയ വിഷയമായി മാറണം. ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് വരണം. ഈ പരിഹാര മാർഗങ്ങൾ ഇത്രയും ലളിതമാണെന്നുള്ളത് ജനങ്ങൾ അറിയണം, നിങ്ങളറിയണം. അങ്ങനെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്നത്തെ ഈ ശോചനീയാവസ്ഥ, പട്ടിണികളും അനാഥരും വർദ്ധിച്ചു വരുന്ന നമ്മുടെ ഈ ദയനീയാവസ്ഥ എത്രയും വേഗത്തിൽ പരിഹരിച്ചെടുക്കാനുള്ള ഒരു കൂട്ടായ യജ്ഞം, ഒരു ജനകീയ യജ്ഞം നമുക്ക് ആരംഭിക്കാം. ആ ജനകീയ യജ്ഞത്തിലേക്ക് നിങ്ങളേവരെയും ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുകയും ക്ഷണിക്കുകയും ചെയ്യണം. നമുക്കൊരു സംയുക്ത സംരംഭമായി മുന്നോട്ട് നീങ്ങുകയും ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമാക്കി മാറ്റിയെടുക്കാനുള്ള എളുപ്പ വഴികൾ നിങ്ങളറിയുകയും ഞങ്ങൾക്ക് നിങ്ങളോട് പറയാൻ കഴിയണം. അത് നിങ്ങൾക്ക് അറിയാൻ കഴിയണം, അതിനെപ്പറ്റി ചർച്ച നടത്താൻ കഴിയണം. ഈ ഒരു സൊല്യൂഷൻ രാജ്യവ്യാപകമായി പ്രചരിപ്പിക്കാൻ വേണ്ടിയുള്ള ഞങ്ങളുടെ ആഗ്രഹത്തെ നിങ്ങൾ പിന്തുണയ്ക്കണം. അതുകൊണ്ട് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിനെ പരമാവധി ആളുകൾക്ക് ഷെയർ ചെയ്യണം, ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യണം. അങ്ങനെ ഞങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധതയിൽ നിന്ന് ആരംഭിക്കുന്ന ഈ ഒരു മൂവ്മെൻറ്റിനെ നിങ്ങളെല്ലാവരും പിന്തുണയ്ക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെ തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം.